മാജിക് പ്ലാനറ്റിൽ ജോലിക്കാരനായി ചെന്നതിന് ശേഷം അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഷിഹാബ് മനസ്സിലാക്കി. പക്ഷേ ഷിഹാബിന് അവിടെ നിന്ന് പുറത്തു പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിന് കാരണമായി ഷിഹാബ് പറയുന്നത് അവിടെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് 1 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ ഷിഹാബിന് അവിടെ പോരാൻ സാധിക്കുമായിരുന്നില്ല, കാരണം 1 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. എഗ്രിമെന്റ് അല്ല, 1 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള രീതിയിലായിരുന്നു നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തിനാണ് ഷിഹാബ് പ്രസ് മീറ്റിൽ ഇരുന്നുകൊണ്ട് 1 വർഷത്തെ എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും കണ്ടിട്ടും എനിക്ക് പറയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. എന്ത് കാര്യത്തിനാണ് ഒരു സുഖം, ഒരു മനസുഖം. ഇപ്പൊ വിദേശ പ്രോഗ്രാമിന് കിട്ടിയ ഒരു പാരിതോഷികമായിട്ട് കിട്ടിയ ഒരു തുക മുതുകാട് സാറിന് കൊടുക്കാത്തതിന്റെ പേരിൽ മുതുകാട് സാർ അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ള നിലയിൽ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. അദ്ദേഹവും പ്രഹ്ലാദാജിയും ആചാര്യയും എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ പോയി. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, സാർ പെട്ടെന്ന് തന്നെ മാറ്റാൻ കാരണം ഈ പൈസ കൊടുക്കാതെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും. ഞാൻ ഈ നിമിഷം വരെ ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിശ്വാസം അത് എല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയായിരുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മുതുകാട് സാറ് ഷിഹാബിനെ അവിടെ നിന്ന് പുറത്താക്കുന്നു. ഇതാണ് പ്രധാന പ്രശ്നം, ഇവിടെ നിന്നാണ് ആരംഭം എന്നുള്ളതാണ് ഷിഹാബ് പറയുന്നത്. പിന്നീട് ഷിഹാബ് കൊടുത്ത പല ഇന്റർവ്യൂകളിലും പല ആളുകളും ചോദിക്കാത്ത ഒരു ചോദ്യം, ഇത് തീർന്നില്ലേ? ഈ വിവാഹം എന്ന് പറയുന്നത് അവിടെ നിന്ന് വന്നതിന് ശേഷമാണ്, പിറ്റേ ദിവസമാണ്, നെക്സ്റ്റ് ഡേ. ആ വിവാഹത്തിന് മുതുകാട് സാർ പങ്കെടുത്തു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തേക്ക് പോയ മുതുകാട് സാർ പിറ്റേ ദിവസം ഷിഹാബിനെ, മലപ്പുറത്തുള്ള ഷിഹാബിന്റെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ നാട്ടിൽ ആരെയും പരിചയമില്ലാത്ത ഇതേ ഷിഹാബ് തന്നെ പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഭയമൊക്കെ ഷിഹാബിന് പോയോ? നമ്പിശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? ഏറ്റവും വലിയ പ്രശ്നമാണ് പൈസ കൊടുത്തില്ലെങ്കിൽ. കാരണം ഷിഹാബിനെ അറിയാത്ത നാടാണ്. പൈസ കൊടുത്തില്ലെങ്കിൽ എന്ത് ഷിഹാബിനെ ഒരു പക്ഷേ കൊണ്ടുവരാതെയൊക്കെ പോകുന്നാലോ എന്ന് ഷിഹാബ് അപ്പോൾ ചിന്തിച്ചില്ലേ? ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ദുബായി നടക്കും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വരുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് 5 കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിൽ അതുവരെ ഞാൻ കാണാത്ത പുതിയ 20 കുട്ടികൾ വന്നു. ഈ 20 കുട്ടികളെ ചേർത്ത് 25 കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ഷിഹാബ് പറയണം. ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ സർക്കാർ തന്നെ ഇൻവൈറ്റ് ചെയ്ത് നടത്തിയ, ആ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്ത് മാജിക് പ്ലാനറ്റിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് നടത്തിയ ഒരു പ്രോഗ്രാമാണത്. പ്രോഗ്രാം ഷെഡ്യൂളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അപ്പോൾ ഈ വിഷയത്തിൽ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല, നിങ്ങളും ഒന്നും പറയാൻ നിൽക്കരുത് എന്നാണ് എനിക്കും പറയാനുള്ളത്. കാരണം അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു.